ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനേ ഏൽക്കുട്ടിയമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ എൻ്റെ വീട്ടിൽ ശ്രീകുണ്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ പറയാം, അവനെ കടയിൽ സാധനം മേടിക്കണം. പിന്നെ ആദ്യം ഇതുവരെ എണീറ്റില്ല. അവനെ 10 പ്രാവശ്യം വിളിച്ച് കൊടുത്തോണ്ടിരിക്കട്ടെ. ഒരു വയറിൻ്റെ ഇതാരാ ഇത്? കുടുക്ക വയറിൻ്റെ ഒന്ന് ചിച്ചേര്. രാത്രി ഞങ്ങൾ ഉറക്കാത്ത 5 മണിക്ക് ഉറങ്ങിയ മഹതി. വെള്ളവാ കടയിലൊക്കെ. ഇന്ന് പകൽ ഇന്ന് ഉറക്കണില്ല കേട്ടോ. തേമ്മച്ചി ചീക്കുട്ടൻ വണ്ടി തൂത്ത ഇറക്കുന്നല്ലേ. ശ്രീകുട്ടൻ എവിടെ പോവാണ്? ശ്രീകുട്ട ഒരു അതെ കാറ് മേടിക്കാൻ പോകട്ടോ. അവൻ്റെ അച്ഛൻ്റെ ഇന്ന് 200 രൂപ മേടിച്ചു. എന്നിട്ട് അവർക്ക് വണ്ടി വെക്കാനുള്ള കാറ് മേടിക്കാനായിട്ട് പോകട്ടോ. അപ്പുറത്ത് കട ഉണ്ടായിരുന്നു മോനെ, സാബുവിൻ്റെ അടുത്ത്. അവിടെ ഇല്ല, അവിടെ കടി മാത്രമേ ഉള്ളൂ. ചായ ഞങ്ങൾ അവിടെ പോയി എടുക്കില്ല. ഞങ്ങൾ പോയി എടുത്തു. ഈ പിള്ളേർ വന്നപ്പോൾ ഒറ്റയ്ക്ക് ഇതിനകത്ത് പറഞ്ഞോളൂ. അന്നേരം അത് പിള്ളേർ ചെയ്ത് ഇട്ടിട്ട് പോയായിരുന്നു. രാവിലെ പിന്നെ ജേഷനെ വിളിച്ചിട്ട്. ഇത് അമ്മയുടെ കൂട്ടുകാരി വത്സച്ചേച്ചിയാണ് കേട്ടോ. ഞങ്ങളിവിടെ വന്നിരിക്കട്ടെ. അപ്പം ഒരു കൂട്ടുകാരി ചേച്ചിനെയും കണ്ടു. ശ്രീകുട്ടിനെ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തു വിട്ടോട്ടെ. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും ആശുപത്രി കേസ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കാണിക്കുന്നത്. ഇപ്പോൾ പുതിയ ഹോസ്പിറ്റലിൽ രാജക്കാട് തുടങ്ങിയിട്ടുണ്ട്, രാജക്കാട് മെഡിക്കൽ സെൻറ്റർ. അവിടെയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ഡോക്ടേഴ്സൊക്കെയാണ് കേട്ടോ അവിടെ. അപ്പോൾ ഞാനും അമ്മ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്ന് ചീട്ടൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വന്ന് കറക്റ്റ് ടൈം കറണ്ട് പോയി കേട്ടോ. അപ്പോൾ അമ്മയുടെ ഡോക്ടർ പറയാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അമ്മ പറഞ്ഞു കയറിയിട്ട് എനിക്ക് നടുവേദനയില്ലേ അതൊന്ന് കാണിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നെ വഴക്ക് പറഞ്ഞ് എന്നെ ഡോക്ടർ കാണിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിന് മുന്നേ നമ്മൾ BP നോക്കണം, അതുപോലെ നമ്മുടെ ടെമ്പറേച്ചറൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണേ. നല്ല നടുവേദന കേട്ടോ. കുറച്ച് നാളായിട്ട് എനിക്ക് നടുവേദന മാത്രമല്ല, എനിക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നോൺ വെജ് ആണെങ്കിൽ ഭയങ്കരമായിട്ടും വയറിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്നോട് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഞാൻ 1 മാസം മുന്നേ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1 മാസം മുന്നേ അല്ലേ ടെസ്റ്റ് ചെയ്ത്, എന്തായാലും ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞ് ഡോക്ടർ എനിക്ക് തന്നിട്ടായിരുന്നു. അങ്ങനെ യൂറിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അമ്മ അതേ ഇരിക്കുകയാണ് കേട്ടോ. അമ്മയുടെ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കി വിശദമായിട്ടുള്ള കാര്യമൊക്കെ ഞാൻ പറയാട്ടെ, എന്താണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ. അപ്പോൾ ഈ കാണുന്ന ചേച്ചിയില്ലേ, അതെൻ്റെ അമ്മച്ചിയുടെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ അമ്മയോട് കുറേ നേരം, ആൻറ്റിയാണ്, റോസ്ലി ആൻറ്റി എന്നാണ് പേര്. അപ്പോൾ കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. അമ്മേനെ കാണിക്കാൻ വന്നാൽ ഞാൻ അവസാനം ആശുപത്രിയിലാവുണ്ടോ പറയാട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി കിടക്കാൻ കേട്ടോ. എന്നാ പറയാനാ, നമുക്ക് കുരു വന്നു. ഇത് തീർന്നോളും. കുറേ സമയം എടുക്കും. രാവിലെ പോന്നപ്പോൾ 2 പേര് അവിടെ, 2 പേരല്ല 4 പേര് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് നമുക്ക് വേഗം ഡോക്ടറെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര നടുവേദന. ഒരു രക്ഷ ഞാൻ കാണിക്കാതെ വെച്ചിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒന്ന് ഈ മരുന്ന് മേടിച്ച് കഴിക്കാൻ പോകാൻ എനിക്ക് മടിയാണ്. എന്നാലും വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മയെല്ലാം നിർബന്ധിച്ചുകൊണ്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അറിയാൻ പറ്റി ഇൻഫെക്ഷൻ ഉണ്ട്. BP കൂടുതലാണ്. ഈ ഓട്ട അലച്ചിലായതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് 5 ദിവസത്തേക്കാട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിന് വേണ്ടിയിട്ട്
കൈകൾക്കുള്ള സ്കിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 കൈകളും സ്കിൻ ടെസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതിപ്പോൾ ഉള്ളത് പെയിൻ്റെ ഒരു ഇഞ്ചക്ഷൻ ഇട്ടേക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ്റെ ഉള്ള ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുവേ. ഒക്കെ വഴക്ക് പറഞ്ഞിട്ടോ, നന്നായിട്ട് വെള്ളം കുടിക്കണമെന്നൊക്കെ പറഞ്ഞു. വെള്ളം കുടിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നതുകൊണ്ട് ഈ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആദ്യം വിളിക്കാനായിട്ട് ഞാൻ പോയില്ല. അന്നത്തെ ദിവസം ഞാൻ വെള്ളം കുടിച്ചതേ ഇല്ല. കുടിച്ചു, എന്നാലും അത്യാവശ്യത്തിനുള്ള കുടിക്കും. കാരണം ഈ വണ്ടി ഇടയ്ക്ക് നിർത്തുന്നൊന്നുമില്ലല്ലോ. വണ്ടി ഇപ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴാണ് ഒന്ന് നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ചൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ചൂടുമല്ലേ, അങ്ങനെ വന്നതായിരിക്കാം. എൻ്റെ കൂട്ടിയിരിക്കുന്ന നോക്കി ചീട്ടിനാണോ പൈസ? തിരിച്ച് എങ്ങോട്ടാ നേരം ഞാൻ ഇടണോ? ഇത് ഊരിയിട്ടാണ് ഞാൻ രണ്ടവന്മാർ വരുന്നുണ്ട് കേട്ടോ. അതെ പയ്യെ മേടിക്കുമേ. നിങ്ങൾ ജനലിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തിനാ? ഞങ്ങളാന്ന് ഓർത്തല്ലേ ഓട്ടോയിൽ. ഞങ്ങൾ ബസ്സിനല്ലേ വന്നേ. അവന്മാരപ്പോഴത്തേക്കും ഞങ്ങൾ വന്നപ്പോഴത്തേക്കും വന്നട്ടെ. ക്രിസ്ത്യനും തോന്നുന്നു. സൈഡിലേക്ക് വണ്ടി വന്നു. ചേട്ടന്മാരെന്തോ പരിപാടിയില്ല. എന്താ പരിപാടി? 2 ചൂട് ചൂട് ദൈവത്തോട് കൈ മുറിക്കരുത്. പയ്യെ ആദ്യം ഒരു അല്ലേടാ. അങ്ങനെ തന്നെ നോക്കി വേണേ ശ്രീകുട്ട. ഞങ്ങൾ മൂർച്ചില്ലാത്ത ഭാഗത്ത് കത്തിയായോണ്ട് പാല് ചൂടാക്കട്ടെ. പാല് ചൂടാക്കുന്നേ വേണ്ട. പയ്യെ ഞാൻ കുറിച്ച് തരട്ടെ. ഭയങ്കര ചൂടാട്ടോ ഇന്നത്തെ ദിവസം. എന്നാന്നറിയില്ല, ഭയങ്കര. കുഞ്ഞിന്റെ കുറിച്ച് തരാം മോനെ. കുഞ്ഞാൻ്റെ കല്യാണം കട്ടിയിരുന്നു. അല്ലെങ്കിൽ എനിക്ക് വിട്ടു. പക്ഷെ എനിക്ക് മധുരം ഒഴിക്കണം. ഇടാതിരുന്നാൽ മതി. ഇടുന്നതിന് മുന്നേ കുറച്ച് തന്നാൽ മതി. പാലൊഴിക്കാല്ലോ. അല്ലെങ്കിൽ കട്ട് ചെയ്ത് തന്നേരം. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ. മധുരം ഒത്തിരി കഴിക്കണ്ട പിള്ളേർ കേട്ടോ. അത് വരും ചൂടുവാ. കാണിക്കുന്ന പേടിച്ചൊക്കെ ഒരു തമ്മിൽ വരുന്ന നല്ല പണിയാണ്. ചെറുതെടുക്കാം. അതിലുണ്ടോ? കൊണ്ട് കൊടുക്കാം. ചൊരണ്ടുള്ള തവി എടുത്ത് ചുരണ്ടാനുള്ള ഇത് ചൊരണ്ടുള്ള തവി എടുത്ത് ചുരണ്ട അത് ചുരണ്ടാനുള്ള ഇത് ഉണ്ട പോലെ ആക്കാനുള്ള ഇതൊക്കെയാണ് കൃഷി. അമ്മമാരെ ജ്യൂസ് ഉണ്ടാക്കുന്ന വേണ്ട വേണ്ട വേണ്ട. ഇത് പീപ്പിൾസ് ആണ്. അവർക്ക് അറിയാലോ. നമുക്കറിയാം. ഇതണ്ട മല പോലെ ഉണ്ടാക്കും.
കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അപ്പം അമ്മേനെ കാണിക്കാൻ പോയിട്ട് ഞാൻ കാണിച്ച് ആകെ പ്രശ്നമായിരുന്നു. അപ്പോൾ കുറേ ദിവസമല്ല കുറേ നാളായിട്ട് എനിക്ക് പെയിൻ ഉണ്ട്. മാറും വരുമായിരുന്നു കേട്ടോ. ഏകദേശം എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായില്ല, ഫുഡ് ഇൻഫെക്ഷൻ. അപ്പം അതിന് ശേഷം എനിക്ക് ഇത്ര ബുദ്ധിമുട്ട്. അങ്ങനെ ആശുപത്രിയിൽ പോയി. ഭയങ്കര ക്ഷീണം, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ലല്ലോ, അതൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അമ്മച്ചീനെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെ ഡോക്ടർ കാണിച്ചു. ഡോക്ടറിൻ്റെ മാരേജ് ആണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ ഇന്ന് അമ്മേനെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. അത് എന്തിനാണ് അങ്ങനെ തുളയ്ക്കണത്? അപ്പോൾ നല്ലത്. ഒരു മിനിറ്റ്. അപ്പോൾ അമ്മച്ചീനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം എന്തായാലും സർജറി ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അതൊരു ഞാൻ പറഞ്ഞില്ലേ, അത് പഴയ ബയോപ്സി ചെയ്തപ്പോൾ ഉള്ളൊരു ഇതുണ്ടെന്ന്. അത് ഇൻഫെക്ഷനാണ്. ആ ഇൻഫെക്ഷൻ മാറാനായിട്ട് 15 ദിവസത്തേക്ക് അമ്മയ്ക്ക് മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. അപ്പം മെഡിസിൻ എടുത്തിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് എന്നെ നോക്കുന്നേ. ഇനി ഒന്നുകൂടെ അപ്പം സ്കാൻ ചെയ്യാനായിരിക്കും. ഇല്ല, അതറിയത്തില്ല. ഇനിയിപ്പോൾ FNAC ചെയ്യാൻ പറയുമോ, സ്കാൻ ചെയ്യാൻ പറയുമെന്നൊന്നും അറിയില്ല. ഇപ്പോൾ 15 ദിവസത്തേക്ക് തന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചെയ്യാം. ഇപ്പം ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ എന്തായാലും സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. പിന്നെ അമ്മയ്ക്ക് ക്ഷീണമൊന്നും ഇതിനെ ബേസ് ചെയ്തിട്ട് വരുന്നതല്ല. അമ്മയ്ക്ക് ഓൾറെഡി BP ഉണ്ട്, ടെൻഷനും കാര്യങ്ങളുണ്ട്, പിന്നെ നടുവേദനയുണ്ട്, സമയങ്ങളിലൊക്കെ വേദന ബുദ്ധിമുട്ടുണ്ട്. അത് നേരത്തെ ഉള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും മെഡിസിനൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലപോലെ മരുന്നൊക്കെ കഴിച്ച് ഓക്കെ ആകാൻ പറഞ്ഞു. പാല് ഒരു മിനിറ്റ് ഓമാരുണ്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. പാലൊഴിക്കും കേട്ടോ. ഈ പാല് മതിയോടാ? നല്ല പിങ്ക് മറ്റേ നിങ്ങൾ മറ്റേ എന്ത് സാധനമായിരുന്നു അത് തിന്നാതിരുന്നായിരുന്നു ഇതിൻ്റെ തൊഴിക്കായിരുന്നല്ലോ. മിൽക്ക് മേഡ് അധികം മധുരം വേണ്ട, ഒരു സൂറും കൂടി അത് ഇട്ടായിരുന്നു. പഞ്ചസാര ഓരോരുത്തർ ചെയ്യടാ. അവൻ ചെയ്യൂടാ മതി. എടാ അങ്ങോട്ട് അവന് ഒരാൾ ചെയ്യടാ, രണ്ടുപേരും മാറി ചെയ്യാം. അപ്പം പ്രശ്നം ഇതും കൊണ്ട് ഉടയ്ക്കാൻ പറ്റൂല. അത് അവൻ ഉടയ്ക്കുന്നത് കൊണ്ട് ഉടയ്ക്കും. അപ്പം നമ്മുടെ ലിജിമോള് കുഞ്ഞാവേനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അവർ പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോയി. അതുകൊണ്ട് കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല. എടുത്ത കുറച്ച് ഭാഗമാണ് കേട്ടോ ഞാനിത് ഈ കാണിക്കുന്നത്. അപ്പം ഞാൻ രാവിലെ തന്നെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചെന്നിട്ട് വേണം അവിടെ ഡോക്ടറിൻ്റെ അടുത്ത് കയറിയിട്ട് നമുക്ക് വീട്ടിൻ്റെ ഇവിടെ എവിടെയെങ്കിലും ഇഞ്ചക്ഷൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് പോയി എടുപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമുക്ക് രാവിലെ വൈകുന്നേരം അതായത് 10 മണിക്കൂർ ഇടവിട്ട് വേണം നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം വൈകുന്നേരം ഇപ്പം 8 മണിക്ക് എടുത്താൽ വൈകുന്നേരം 8 മണിക്കല്ലേ പറ്റും. പിന്നെ വണ്ടി കിട്ടില്ല. 5 ദിവസം ഓട്ടോ ഒക്കെ വിളിച്ച് വരേണ്ടി വരും. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെ ആരെങ്കിലും കൊണ്ട് എടുപ്പിക്കാം. ഡോക്ടറും പറഞ്ഞു വീടിൻ്റെ അടുത്തുള്ള ആരെയൊക്കെ ഉണ്ടെങ്കിലും എടുപ്പിച്ചാൽ മതിയെന്ന്. അപ്പോൾ എന്തായാലും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ അടുത്തൊരു ചേച്ചി ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലെ ചേച്ചി ചെയ്തു തരും. അതാകുമ്പോൾ രാവിലെ 7 മണിക്ക് പോയിട്ട് രാത്രി അവർ അടയ്ക്കുന്നതിന് മുന്നേ 7 മണിക്ക് പോയാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് പറ്റിയ സമയമായി, ബസ് വരാറായി. അപ്പോൾ പോയിട്ട് പറ്റേ കുട്ടിയമ്മ എവിടെ കാണത്തില്ല. ഓക്കെ, ഇതാണ് കേട്ടോ കുട്ടിയമ്മ. ഓക്കെ, അപ്പോൾ പോയിട്ട് വരാം. അത് കുഴപ്പമില്ല, മേടിച്ചോണ്ട് വരാം. മേടിച്ചോണ്ട് വന്നിട്ട് ആരും ഇല്ലെങ്കിൽ മരുന്ന് കൊണ്ട് അങ്ങ് ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. പോയിട്ട് വരട്ടെ. പിന്നെ എല്ലാ മാസവും ഇത് തന്നെ. എൻ്റെ പൊന്നു ദൈവമേ, മറാണ്ടിങ്ങനെ നിൽക്കും. വേറെ എവിടെയെങ്കിലുമൊക്കെ കാണിക്കണം. ഇതിപ്പോൾ കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ. ഇവിടെ നല്ല ഹോസ്പിറ്റലാണ് കേട്ടോ. ഇവിടെ ഞാൻ ഇതിനൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത്. ലോക്കൽ ഹോസ്പിറ്റലുകൾ കാണിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അന്നേരത്തെ ആശ്വാസം ഉണ്ടാവുള്ളൂ. പിന്നെ അത് പിന്നെയാവും. എനിക്ക് എല്ലാ മാസം അവസാനമാകുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കാം. ആ ചെരുപ്പില്ലേ, അത് ഇതാണ് കേട്ടോ. എന്താ ഞാനിങ്ങനെ നടക്കുന്നുകൊണ്ടാണ് സൗണ്ട് കേൾക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചാൽ കുറച്ച് സൗണ്ടേ കേൾക്കത്തുള്ളൂ. അപ്പം ഞാനിതേ വീട്ടിൽ വന്ന് അയ്യോ, അപ്പം ഇഞ്ചക്ഷൻ ഉള്ളതെല്ലാം
ലാസ്റ്റ് ദിവസം അവിടെ ചെന്ന് ഡോസ് എടുക്കാൻ പറഞ്ഞു. എല്ലാ മരുന്നും തന്നു. മെഡിസിൻ എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. ഇതാ പൊന്ന് ദൈവമേ, 8 ദിവസത്തെ എടുത്തിട്ടുണ്ട്. 8 ദിവസത്തെയോ? 8 ദിവസത്തില്ല, 8 ഡോസ്, 4 ദിവസത്തെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പോകണം. ഈ എന്നാ ഭയങ്കര തലവേദനയൊക്കെ എടുക്കുന്നു എൻ്റെ പൊന്നെ. ഛർദ്ദിക്കാനൊക്കെ ഈ മരുന്നിൻ്റെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ടും ഒരു ബുദ്ധിമുട്ടല്ലേ. ഡിസംബറിൽ പോയി കുറേ ദിവസം കിടന്ന്. അയ്യോ, ഇത് മാറാതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ പക്ഷെ നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ. ഇന്നലത്തെ കാണിച്ചത് നന്നായി. ഞാനിങ്ങനെ കാണിക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറയും ഓർത്തിട്ട്. യൂറിനൊന്നും അങ്ങനെ പോകുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഇപ്പം എന്തെങ്കിലും നീർക്കെട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന വെച്ചതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിപ്പോയി. സോ നമുക്ക് നോക്കാം, എന്തായാലും മാറും. ഇനി വർക്കുണ്ട്, അപ്പോൾ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ ഇനി താഴെ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ മിനി ചേച്ചിയുടെ അടുത്ത് പോയി എടുക്കണം. പിന്നെ ഇത് വെയിനില്ലേ, വെയിൻ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഇല്ല, അവരത് ഒട്ടിച്ചൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. ഇത് അനക്കാതെ വെക്കണം, ഒരു കാരണവശാലും അനക്കിയേക്കരുത്. അനക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം ഇത് ഇട്ടണമെങ്കിൽ. ഞാനേ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് ഇവിടെ ഇരിക്കുകയാണ്. നല്ല ഡോസുള്ള ആൻറ്റിബയോട്ടിക് ആണ് കേട്ടോ. അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ക്ഷീണമൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഉറങ്ങി എണീറ്റിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോ. പിന്നെ ഞാൻ എന്നും ഇങ്ങനെ ആശുപത്രി പോകുന്ന കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ മടുത്തു കേട്ടോ. അതിലേറെ ഇങ്ങനത്തെ വീഡിയോസ് കണ്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും വിചാരിക്കും കേട്ടോ, നല്ല കുക്കിംഗ് വീഡിയോസ് ഇടണം, ട്രാവലിംഗ് വീഡിയോസ് ഇടണം, അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല അങ്ങോട്ട്. നമുക്ക് എന്നും ഇങ്ങനെ എന്തോ ഇപ്പോൾ വരാം, ഒരു മിനിറ്റ്. അപ്പം ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലിതിമോള് വിളിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണിന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കൈ തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ കൈ തന്നു. ചെറിയ ഉറക്കത്തിലാണ് പുള്ളിക്കാരി. പിന്നെ ലിതിയമ്മ കുളിക്കാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് നല്ല വീഡിയോസുകളൊക്കെ ഇനി ഇടാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങനത്തെയുള്ള ഹോസ്പിറ്റൽ കേസുകളൊക്കെ ഇടാതിരിക്കാൻ നോക്കാം. പിന്നെ നമ്മൾ ഒരു ദിവസം വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് അന്വേഷിക്കുകയും മെസ്സേജ് അയച്ച് അന്വേഷിക്കുകയും അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് എനിക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ തിരക്കും ഒരുപാട് പേര്. അപ്പോൾ അങ്ങനെയുള്ളവരും പിന്നെ നമ്മളെ വിളിക്കാൻ പറ്റാത്തവരൊക്കെ നമ്മളുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് എന്ത് പറ്റി എന്നൊക്കെ അറിയാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നാലും വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ മുന്നോട്ട് നല്ല വീഡിയോസ് ഇടാൻ പറ്റണേന്ന് നിങ്ങൾ കൂടി പ്രാർത്ഥിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് എനിക്കത് എത്തിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നല്ല സൗണ്ട്, എൻ്റെ സൗണ്ടിനേക്കാൾ കൂടുതൽ അപ്പുറം സൗണ്ടായിരിക്കും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുക. പിള്ളേർ എന്തൊക്കെ സിനിമ കാണുന്നതും പിന്നെ അവർ ചോറ് കഴിക്കുന്നത് എന്തൊക്കെയായിട്ടുള്ള സൗണ്ടുകളൊക്കെ അപ്പുറം നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വേറെ വിശേഷങ്ങളൊന്നുമില്ല. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിതേ ടാറ്റ തന്നെ വേണ്ട. ടാറ്റാ. ഓക്കെ, ബൈ.